മൊഡ്യൂൾ റിഗ്രഷൻ അനാലിസിസ്. എന്താണ് റിഗ്രഷൻ അനാലിസിസ് എന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. സാധാരണ നമുക്ക് നമ്മുടെ ഹ്യൂമൺ ആക്ടിവിറ്റിയിൽ പ്രഡിക്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ഭാവിയിൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഭാവിയിൽ എത്ര സെയിൽ നടക്കും, അതിൽ എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് അയാൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കും. സോ അയാൾക്കത് എസ്റ്റിമേഷൻ നടത്തണം. അവിടെ എത്ര പ്രോഫിറ്റാണ് ഉണ്ടാവുക, എത്ര പ്രൈസ് ഓരോ പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ഓൾറെഡി മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റും. റിഗ്രഷൻ അനാലിസിസ് ഈസ് വൺ ഓഫ് ദ വെരി സയൻറ്റിഫിക് ടെക്നിക് ഫോർ മേക്കിംഗ് സച്ച് പ്രഡിക്ഷൻ. അങ്ങനെയുള്ള പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ്. അതായത് റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവുക, എത്ര പ്രൈസ് ഫിക്സ് ചെയ്യണം, അതുപോലെ സെയിൽസ് എത്ര നടക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡെഫിനിഷനിൽ പറയുന്നത് regression analysis in the general sense means the estimation or the prediction of unknown value of one variable from the known value of other variable. അതായത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന വാരിയബിളിൽ നിന്ന്, അതായത് അറിയുന്ന വാരിയബിളിൻ്റെ വാല്യൂവിൽ നിന്ന് അറിയാത്ത വാല്യൂസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് വിളിക്കുക. അതായത് അറിയുന്ന വാല്യൂവിൽ നിന്ന് നമുക്ക് അറിയാത്ത വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾസ് ദാറ്റ് ആർ റിലേറ്റഡ്. അതായത് രണ്ടോ അതിലധികമോ വാരിയബിൾസ് ഉണ്ടെങ്കിൽ, അത് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള വാരിയബിൾസ് ആണെങ്കിൽ ആ റിലേറ്റഡ് വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് റിഗ്രഷൻ അനാലിസിസ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാത്ത വാല്യൂ അറിയുന്ന വാല്യൂവിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ നോൺ വാല്യൂ അല്ലെങ്കിൽ അൺനോൺ വാല്യൂ. അതായത് നോൺ വാല്യൂന്ന് നമുക്ക് അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ, അപ്പോൾ റിഗ്രഷൻ അനാലിസിസിനെ സംബന്ധിച്ച് രണ്ട് വാരിയബിളാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് അൺനോൺ വാല്യൂ ഉള്ള വാരിയബിളും അതുപോലെ തന്നെ നോൺ വാല്യൂ ആയിട്ടുള്ള വാരിയബിളും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ്. അതാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻ റിഗ്രഷൻ അനാലിസിസ് ദർ ആർ ടു ടൈപ്പ് ഓഫ് വാരിയബിൾ. രണ്ട് ടൈപ്പ് ഓഫ് വാരിയബിൾ ആണ് റിഗ്രഷൻ അനാലിസിസിലുള്ളത്. ദ വാരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഈസ് ടു ബി പ്രഡിക്റ്റഡ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. അതായത് ഏത് വാരിയബിൾ ആണോ പ്രഡിക്ഷന് വേണ്ടി അല്ലെ ഏത് വാരിയബിളാണോ പ്രഡിക്റ്റ് ചെയ്യേണ്ടത് ആ വാരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് ഏത് വാരിയബിളാണോ അറിയേണ്ടത് അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യേണ്ട വാരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് വിളിക്കുന്നത്. ദെൻ ദ വാരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസ് ദ വാല്യൂ ഓർ ഈസ് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ഏത് വാരിയബിളാണോ നമ്മൾ പ്രഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ വാരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്നും വിളിക്കുന്നു. അതായത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന വാരിയബിളിനെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്നും വിളിക്കുന്നു. അപ്പം ഇവിടെ നോൺ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിനെയായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനെയും. അൺനോൺ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിനെയായിരിക്കും? ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ആയിരിക്കും അല്ലേ? അൺനോൺ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനെ പ്രഡിക്റ്റ് ചെയ്യേണ്ടത് ഏത് വാല്യൂ ആണ്? അൺനോൺ വാല്യൂ ആണ്. അതിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നോൺ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാല്യൂ ആണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാരിയബിൾ ആയതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്നും വിളിക്കാം. ഓക്കെ,
അതാണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പോൾ എക്സ് വൈ, എക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റും വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വൈ എന്ന വാരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എക്സ് എന്ന വാരിയബിൾ കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് ഡിപ്പെൻഡൻറ്റും വൈ ഇൻഡിപെൻഡൻറ്റും ആണ്. അതായത് വൈ നമുക്ക് അറിയുന്ന വാല്യൂ ആണ്, നോൺ വാല്യൂ ആണ്. എക്സ് നമുക്ക് അൺനോൺ വാല്യൂ ആണ്. അപ്പം വൈന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. അതായത് വൈന്ന് ഉദ്ദേശിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിൽ നിന്ന് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് വരിക. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് റിഗ്രഷൻ ആണ്. റിഗ്രഷനിലുള്ള ടൈപ്സ്, എത്ര റിഗ്രഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. So on the basis of number of variable, regression can be classified into simple and multiple regression. അതായത് ആ വാരിയബിൾസിൻ്റെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിഗ്രഷനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് സിമ്പിളും അതുപോലെ ഒന്ന് മൾട്ടിപ്പിൾ റിഗ്രഷനും. എന്താണ് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയാം? When there are only two variables, the regression equation obtained is called simple regression equation. രണ്ട് വാരിയബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് സിമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. അതായത് രണ്ട് വാരിയബിൾ മാത്രമുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റിഗ്രഷൻ ഇക്വേഷനാണ് സിമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. രണ്ട് വാരിയബിളുള്ള റിഗ്രഷനെ നമുക്ക് സിമ്പിൾ റിഗ്രഷൻ എന്ന് വിളിക്കാം. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, രണ്ടിൽ കൂടുതൽ വാരിയബിൾ ഉണ്ടാവണം അല്ലേ. ഇൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ദർ ആർ മോർ ദാൻ ടു വാരിയബിൾ, രണ്ടിലധികം വാരിയബിൾസ് ഉണ്ടാവും. ആൻഡ് വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റ് ഓഫ് ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഓൺ വൺ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. അതായത് ആ പറയുന്ന രണ്ടോ അതിലധികമോ ഉള്ള ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ആണ് നമ്മൾ രണ്ടോ അതിലധികമോ ഉള്ള ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ആ ഡിപ്പെൻഡൻറ്റ് വാരിയബിളിൽ ഉണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റിഗ്രഷൻ കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പം 3 വാരിയബിൾ ഉണ്ട്, എക്സ് വൈ ഇസഡ്. ഓക്കെ, ഇത് 3 വാരിയബിൾസ് ആണ്. അതിൽ നമുക്ക് എക്സിനെയും വൈനെയും ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസെന്നും ഇസഡിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്നും വിളിക്കാം. അപ്പം എക്സും വൈയും നമുക്കറിയുന്ന വാരിയബിളും ഇസഡ് നമുക്കറിയാത്ത വാരിയബിളും ആണ്. ഓക്കെ, അറിയാത്ത വാരിയബിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് കാണേണ്ടത്, ഇസഡ് ആണ് കാണേണ്ടത്. അപ്പം നമ്മൾ ഇസഡ് കാണണമെങ്കിൽ എക്സും വൈയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇസഡ് കാണേണ്ടത് അല്ലെ. ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ കാണണമെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിൽ നിന്നാണ് കാണേണ്ടത്. ദെൻ വി യൂസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. അപ്പോൾ ഇവിടെ 3 വാരിയബിൾസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ആണ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ പോകുന്നത്. അതായത് ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് ഏതിനെയും ബാധിക്കും, ഡിപ്പെൻഡൻറ്റ് വാരിയബിളിനെയും ബാധിക്കും. അതായത് ഇപ്പോൾ എക്സ് വൈ ഇസഡ് ആണെങ്കിൽ എക്സും വൈയിലും എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് അത് ഇസഡിനെയും ബാധിക്കും. അതാണ് ഈ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യേണ്ടത് ആ എക്സിലും വൈയിലും എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് ഏതിലും ബാധകമാവും, ഇസഡ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിളിനും എഫക്റ്റ് ആവും. ആ എഫക്റ്റ് ആവുന്ന ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു റിലേറ്റീവ് മൂവ്മെൻ്റ് ആണ് നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത്. സോ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസിൽ രണ്ടിലധികം വാരിയബിൾസ് ഉണ്ടെങ്കിലാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് വിളിക്കുക. അപ്പം ആ ഒരു അനാലിസിസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഡിപ്പെൻഡൻറ്റ് വാരിയബിളിലും ചേഞ്ചസ് ഉണ്ടാകും. ആ ചേഞ്ചസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇഫ് ദർ ആർ 3 വേരിയബിൾ yield, rainfall and temperature, then suppose yield is depending on rainfall and temperature, then we get the regression equation of z on x and y, where z is yield, x rainfall and y temperature. അതായത് 3 വേരിയബിൾ yield, rainfall and temperature. ഓക്കെ, ഇവിടെ yield എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. അതായത് നേരത്തെ പറഞ്ഞ z നമുക്ക് yield ആയിട്ട് എടുക്കാം. ഓക്കെ, അതുപോലെ
എക്സും വൈയും ആണ് റെയിൻഫാളും ടെമ്പറേച്ചറും, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇവിടെ എപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ ഈൽഡ് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ റെയിൻഫാളിനെയും അതുപോലെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ എടുക്കുക? റിഗ്രഷൻ ഇക്വേഷൻ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമുക്ക് അറിയാത്ത വാല്യൂ അല്ലേ? അപ്പോൾ ഈൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസഡ് ആണ്. അപ്പം ഇസഡ് ഓൺ എക്സ് ആൻഡ് വൈ, അതായത് എക്സിനും വൈനും അനുസരിച്ചായിരിക്കും ഇസഡ് വരിക. അപ്പം എടുക്കേണ്ട റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ഇസഡ് ഓൺ എക്സ് ആൻഡ് വൈ, വേർ ഇസഡ് ഈസ് ഈൽഡ്, എക്സ് റെയിൻഫാൾ ആൻഡ് വൈ ടെമ്പറേച്ചർ, അതായത് ഈൽഡ് ഓൺ ടെമ്പറേച്ചർ, റെയിൻഫാൾ ആൻഡ് ടെമ്പറേച്ചർ അങ്ങനെയാണ് വരിക. റെയിൻഫാളിനും ടെമ്പറേച്ചറും അനുസരിച്ചിട്ടുള്ള ഈൽഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ സെറ്റ് ചെയ്യുക. ദെൻ a multiple regression equation is an equation for estimating value of depending variable say z from value of independent variable x and y, and it is called a regression equation of z on x and y. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയേണ്ട വേരിയബിൾ എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഇസഡ് ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയേണ്ട വാല്യൂ അല്ലെങ്കിൽ അറിയാത്ത വാല്യൂ ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇസഡ് കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സിൻ്റെയും വൈൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പം ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് ഇസഡ് ആണ് കാണേണ്ടത് ഓൺ എക്സ് ആൻഡ് വൈ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് ഇസഡ് ഓൺ എക്സ് ആൻഡ് വൈ. ആ ഒരു ഇക്വേഷൻ്റെ മീനിങ് എന്താണ്? ഇസഡ് കണ്ടുപിടിക്കണം, അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇസഡ് കണ്ടുപിടിക്കേണ്ടത്? എക്സിൻ്റെയും വൈൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. എക്സും വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് എക്സും വൈയും നമുക്ക് അറിയുന്ന വാല്യൂ ആണ്, നോൺ വാല്യൂ ആണ്. ഇസഡ് ആണ് നമുക്ക് അറിയാത്ത വാല്യൂ, അൺനോൺ വാല്യൂ. ആ നോൺ വാല്യൂസിന് നമ്മൾ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇക്വേഷനോ ഇസഡ് ഓൺ എക്സ് ആൻഡ് വൈ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ സിമ്പിൾ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനും ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ എന്ന് വെച്ചാൽ 2 വേരിയബിൾസ് മാത്രമാണെങ്കിൽ സിമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ, 2-ലധികം വേരിയബിൾസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. ഓക്കെ.